ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടിരിക്കുന്നത് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചോക്ലേറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ആൽക്കഹോൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ ബ്രാൻഡി, വിസ്കി, വോഡ്ക അങ്ങനെ വിവിധങ്ങളായ ലിക്കറുകൾ ഈ ചോക്ലേറ്റിനകത്തുണ്ട്. നമ്മൾ ആ ചോക്ലേറ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വരാം. വിദേശ രാജ്യങ്ങളിലൊക്കെ മദ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഭാഗം തന്നെയാണ്. അവർ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അതിൻ്റെ കൂടെ കുറച്ച് മദ്യം കഴിക്കും. ഇവിടെയാണ് നമുക്ക് മദ്യമായിട്ട് തന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ചോക്ലേറ്റിൽ മദ്യം കുറച്ച് ചേർത്തു എന്നുള്ളത് ഒട്ടും തന്നെ ഒരു വലിയ പ്രശ്നമുള്ള കേസല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കൗതുകമാണ്. നമ്മൾ ആ കൗതുക കാഴ്ച ഒന്ന് കാണുകയാണ്. ഓക്കെ, ഇതിപ്പോൾ എന്താ ആൽക്കഹോൾ ഉണ്ടെന്ന് പറയുന്നത്? ഇതിപ്പോൾ എവിടെ നിന്നാണ് വാങ്ങിച്ച സാധനം? എവിടെ എവിടെ സ്ഥലം എവിടെ? ജർമ്മനിയിൽ മ്യൂണിച്ച്. ഓക്കെ, ഇതിൽ എൻ്റെ ഘടകങ്ങൾ പറയണ്ടേ? എവിടെ? ബ്രാൻഡി. ശരി, ബ്രാൻഡി, സ്കോച്ച് വിസ്കി അങ്ങനെ എല്ലാ ഫ്ലേവറുകളും ചേർന്ന ചോക്ലേറ്റാണ്. ഒരു നാലെണ്ണം കഴിച്ചാൽ ക്വിക്കാവോ? ആ ശരി, ഓക്കെ. അപ്പോൾ ഗൈസ്, ഇതാണ് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റാണ്. ചോക്ലേറ്റിൽ നമുക്കിവിടെ ഉള്ള പോലെയല്ല, നല്ല ടേസ്റ്റിയാണ്. അതോടൊപ്പം കുറച്ചൊരു ആൽക്കഹോൾ കണ്ടൻറ്റും കൂടിയുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതാണിത് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ തുറന്നു നോക്കാം. വീട്ടിൽ ട്രോഫൽ എന്താ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ജർമ്മൻ ഭാഷയിലാണ്. അതിൻ്റെ അപ്പുറത്ത് കാണിച്ച എന്ത് ജർമ്മൻ ഭാഷയിൽ? നേരെപടി. ജർമ്മൻ ഭാഷയിൽ വിശദമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പാക്കിംഗ് ആണ് നമ്മൾ കാണുന്നത്. ഗോൾഡൻ കളറിൽ ഓരോ കുഴി അങ്ങനത്തെ വരെ മിഠായിയാണ്. ഇവർ നേരത്തെ തന്നെ എടുത്ത് തുറന്ന് എല്ലായിടത്ത് കഴിച്ചുകൊണ്ടാണ് കുറേ കുഴി ബാക്കി കിടക്കുന്നത്. ഇതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല, അതുകൊണ്ട് തൽക്കാലത്തേക്ക് അങ്ങനെ ഇരിക്കട്ടെ. ഇതിൻ്റെ ബാക്ക് കാണിച്ചാൽ അവിടെ. ഓ, അതിൻ്റെ ബാക്ക് അങ്ങോട്ടെ. ഓക്കെ, മദ്യക്കുപ്പികളിലൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. സ്കോച്ച് വിസ്കി, കുറേ ബ്രാൻഡി അങ്ങനെ കാര്യം കാണിക്കുന്നുണ്ട്. ഇതെന്താ? ഇത് ആൽക്കഹോളിക് ആവില്ലല്ലോ ഈ സാധനം. ഇതെന്താ? അതൊന്ന് വായിച്ചു നോക്കാം. ഇതെന്താ സംഭവം? വോഡ്ക അങ്ങനെ ഉണ്ടോ? വോഡ്ക ലെമൺ. ഓക്കെ. അടിപൊളി. ഫ്രണ്ട്സ്, ഇത് കഴിക്കുമ്പോഴുള്ള എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ആദ്യം കഴിക്കുമ്പോൾ ഇത് ചോക്ലേറ്റ് പോലെയൊക്കെ തന്നെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു അറ പോലെ ഒരു കുറച്ച് ബ്ലാങ്ക് സ്പേസ്, അതിനകത്ത് ഈ ലിക്കർ നിറച്ചിരിക്കുക. അത് പെട്ടെന്ന് നമ്മുടെ വായിൽ പറക്കും. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഈ ബ്രാൻഡിയോ വിസ്കി അതിൻ്റെ രുചിയൊക്കെ നാവിൽ പട്ടു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പൊട്ടിച്ച് നോക്കിയപ്പോൾ നമ്മൾ ചെറിയ പൊട്ടിക്കൽ കുറച്ച് റഫ് ആയതുകൊണ്ട് നേരെ എല്ലാം കൂടി ഈ ദ്രാവക രൂപത്തിലുള്ള ലിക്കർ നേരെ പടർന്ന് കിടക്കുക. ഇപ്പോൾ പാത്രത്തിൽ കണ്ടില്ലേ, ചെറിയൊരു കളർ വ്യത്യാസത്തിൽ ആ ലിക്കറാണ്. ഇതിപ്പോൾ നമ്മൾ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് ബ്ലേഡൊക്കെ വെച്ച് മുറിച്ചിരുന്നെങ്കിൽ കറക്റ്റ് ഇങ്ങനെ ഒലിച്ച് വരുന്നത് കാണാമായിരുന്നു. അതെന്തായാലും ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ദ്രാവകം നമ്മൾ കിടക്കുന്ന കാണാം. ഇതിപ്പോൾ യൂറോപ്യന്മാർ ലിക്കർ എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. ചോക്ലേറ്റിനകത്ത് കുറച്ച് ലിക്കർ ആക്കിയതുകൊണ്ട് അവർക്കൊരു പ്രശ്നമില്ല. പക്ഷെ നമുക്കിത് വലിയൊരു കൗതുക കാഴ്ചയാണ്. ഇത് കുറേ എണ്ണം കഴിച്ചാൽ ചിലപ്പോൾ കിക്കായി പോകുമെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നാം. പക്ഷേ കിക്കായി കുറവൊന്നുമില്ല കേട്ടോ. അവർ ചെറിയൊരു രുചി കിട്ടുക, ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈവിധ്യം ഉണ്ടാവുക, അങ്ങനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്.